ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മളിന്ന് നോക്കുന്നത് ബാങ്കിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് പോർഷനായ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. When a drawee refuses to accept a bill drawn by the drawer, the bill is said to have been dishonored by non-acceptance. When the acceptor fails to pay the amount of the bill on the due date, it is said to be dishonored by non-payment. അതായത് ഡ്യൂ ഡേറ്റ് ആയിട്ടും അക്സെപ്റ്റർക്ക് പൈസ കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ, അക്സെപ്റ്റർ ആരാണ്? ബില്ലിൻ്റെ അക്സെപ്റ്റർ എപ്പോഴും ആരായിരിക്കും? ഡ്രോയി ആയിരിക്കും. അപ്പോൾ ഡ്രോയർക്ക് പൈസ കൊടുത്തില്ല എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഡിസോണേർഡ് ബൈ നോൺ പേയ്മെൻറ്റ്. The notary public makes an official entry regarding the dishonoring of the bill in his register. This is called a noting. അതായത് നോട്ടറി പബ്ലിക് ഡിസോണറായ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ രജിസ്റ്ററിൽ എഴുതി ചേർക്കുന്നതിനെയാണ് നോട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് സെക്ഷൻ 99 പറയുന്നത്. സെക്ഷൻ 99 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിലാണ് നോട്ടിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഓർത്തിരിക്കുക. Fees charged by the notary public for his service are called noting charge. നോട്ടറി പബ്ലിക് ചെയ്യുന്ന സർവീസിന് ഈടാക്കുന്ന ഫീസ് നോട്ടിംഗ് ചാർജ്. A formal certificate of dishonor issued by the notary public to the holder is called protest. അതായത് ഡിസോണറുമായി ബന്ധപ്പെട്ട് നോട്ടറി പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന ഫോർമൽ സർട്ടിഫിക്കറ്റിന് പറയുന്നതാണ് പ്രൊട്ടസ്റ്റ്. സെക്ഷൻ 100 ആണ് പ്രൊട്ടസ്റ്റ് പറയുന്നത്. സെക്ഷൻ 100 നോട്ടിംഗ് പറയുന്നത് സെക്ഷൻ 99 ഓർത്തിരിക്കുക. വാട്ട് പ്രോസസ് ഈസ് കമ്പൽസറി ഫോർ ഫോറിൻ ബിൽസ്? നോട്ടിംഗ് ഈസ് കമ്പൽസറി ഫോർ ഫോറിൻ ബിൽസ്. ഇറ്റ് ഈസ് ഓപ്ഷണൽ ഫോർ ഇൻലാൻഡ് ബിൽസ്. അതായത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൺട്രിയിൽ തന്നെയുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് എങ്കിൽ നോട്ടിങ് ഓപ്ഷണലാണ്. പക്ഷേ ഫോറിൻ ബില്ലിന് നോട്ടിങ് കമ്പൽസറിയാണ്. ഹൂ ബയേഴ്സ് ദ നോട്ടിങ് ചാർജ്? അക്സെപ്റ്റർ. ഹൂ ബയേഴ്സ് ദ നോട്ടിങ് ചാർജ്? അക്സെപ്റ്റർ. കാരണം അക്സെപ്റ്റർ പൈസ കൊടുക്കാണ്ട് വരുമ്പോഴാണല്ലോ ഡിസോണർ ആവുന്നത്. ഡിസോണർ ആകുമ്പോഴാണല്ലോ നോട്ടിങ് വരുന്നത്. അപ്പോൾ ആര് വഹിക്കണം അത്? ആ ഫീസ് അക്സെപ്റ്റർ വഹിക്കും. വാട്ട് ഹാപ്പൻസ് ടു ബിൽ ഇഫ് ദ അക്സെപ്റ്റർ ബിക്കംസ് ഇൻസോൾവെൻറ്റ്? അക്സെപ്റ്ററാണ് പൈസ പേ ചെയ്യേണ്ട അയാൾ ഇൻസോൾവെൻ്റ് ആയാൽ ബില്ലിന് എന്ത് സംഭവിക്കും? ബില്ല് ഡിസോണർ ആവും. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ടു എ ബിൽ ഇഫ് ദ അക്സെപ്റ്റർ ബിക്കം ഇൻസോൾവെൻറ്റ്? ഡിസോണേർഡ്. വാട്ട് ടൈപ്പ് ഓഫ് ബിൽ ഹാവ് ഓപ്ഷണൽ നോട്ടിംഗ്? ഓപ്ഷണൽ നോട്ടിംഗ് ഏത് ടൈപ്പ് ഓഫ് ബില്ലിനാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻലാൻഡ് ബില്ലിന് നോട്ടിങ് ഓപ്ഷണലാണ്, പക്ഷേ ഫോറിൻ ബില്ലിന് നോട്ടിങ് കമ്പൽസറിയാണ്. അപ്പോൾ ഏത് ബില്ലിനാണ് നോട്ടിങ് ഓപ്ഷണൽ? ഇൻലാൻഡ് ബില്ല്. ഫോറിൻ ബില്ലിന് നോട്ടിങ് കമ്പൽസറിയാണ്. സെക്ഷൻ 6 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 2002 ഡിഫൈൻസ് ചെക്ക്. സെക്ഷൻ 6 ചെക്ക്, സെക്ഷൻ 4 പ്രോമിസറി നോട്ട്, സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഓർത്തിരിക്കുക. സെക്ഷൻ 4 പ്രോമിസറി നോട്ട്, സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, സെക്ഷൻ 6 ചെക്ക്. വാട്ട് കൈൻഡ് ഓഫ് ബാലൻസ് മസ്റ്റ് ദ ഡ്രോയർ ഹാവ്? ക്രെഡിറ്റ്. ചെക്കിൻ്റെ കേസാണ് പറയുന്നത്. കാരണം ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ചെക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡ്രോയർക്ക് എപ്പോഴും എന്ത് ബാലൻസ് വേണം? ക്രെഡിറ്റ്. വിച്ച് ടൈപ്പ് ഓഫ് ചെക്ക് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ മിയർ ഡെലിവറി? ബെയറർ ചെക്ക്. Which type of check can be transferred by mere delivery? Bearer check. Which check requires the payee's name to be written? Order check. Which check requires the payee's name to be written? Order check. പേയുടെ പേര് വെക്കേണ്ട ചെക്ക്. Order check. The validity period of checks, demand draft, pay orders and bankers checks was 3 months. The validity period of check, demand draft, pay orders and bankers check was 3 months. നേരത്തെ അത് 6 മാസമായിരുന്നു, ഇപ്പോൾ 3 മാസമായി. 1 April 2012 തുടങ്ങി അത് 3 മാസമായി.
എ ചെക്ക് ഈസ് കൺസിഡേർഡ് ടു ബി സ്റ്റെയിൽ. ഒരു ചെക്കിനെ എപ്പോഴാണ് സ്റ്റെയിൽ ചെക്കായിട്ട് കൺസിഡർ ചെയ്യണതെന്ന്? എപ്പോഴാണ്? വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞാൽ 3 months ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ ചെയ്ത് 3 മാസത്തിന് ശേഷം അതിനെന്ത് വിളിക്കും? സ്റ്റെയിൽ ചെക്ക്. കാരണം എന്താണ്? 3 മാസമാണ് ചെക്കിൻ്റെയും ഡ്രാഫ്റ്റിൻ്റെയും ഒക്കെ വാലിഡിറ്റി പീരീഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം അതിന് ശേഷം അതിനെ പറയുന്നത് സ്റ്റെയിൽ ചെക്ക് എന്നാണ്. എ ചെക്ക് ബയേഴ്സ് എ ഡേറ്റ് വിച്ച് ഹാസ് ഓൾറെഡി എലാപ്സ്ഡ്. അതായത് ഓൾറെഡി കഴിഞ്ഞു പോയ ഒരു ഡേറ്റാണ് ഒരു ചെക്കില്ലെങ്കിൽ ആ ചെക്കിനെ നമ്മൾ എന്ത് വിളിക്കും? ആൻറ്റി ഡേറ്റഡ് ചെക്ക്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 20-ാം തീയതിയാണ് ചെക്ക് ഇഷ്യൂ ചെയ്യണത്, പക്ഷേ അതിനകത്ത് ഡേറ്റ് കിടക്കുന്നത് 15 അങ്ങനെയുള്ള ചെക്കുകളെയാണ് ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. പക്ഷേ അത് വാലിഡ് ചെക്കാണ്, കാരണം ഒരു ചെക്കിൻ്റെ കാലാവധി 3 മാസമാണ്. വെൻ വാസ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് എനാക്റ്റഡ്? 1881 December 9, 1881. Which section of the Negotiable Instrument Act 1881 defines these instruments? Which section of the Negotiable Instrument Act 1881 defines these instruments? എന്താണ് ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണെന്ന്. സെക്ഷൻ 13. A legal document containing an unconditional undertaking by one party to pay specific sum of money to another. Promissory note. അപ്പോൾ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ പ്രോമിസ് ആണ് എന്ന് പറഞ്ഞാൽ അത് പ്രോമിസറി നോട്ട്. അൺകണ്ടീഷണൽ ഓർഡർ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. വാട്ട് ഈസ് അനദർ നെയിം ഫോർ എ യൂസൻസ് ബിൽ? ടൈം ബിൽ. അനദർ നെയിം ഫോർ യൂസൻസ് ബിൽ, ടൈം ബിൽ. Which bill is drawn and accepted to provide funds by discounting? ഡിസ്കൗണ്ട് ചെയ്ത് ഫണ്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ബില്ല്. അതായത് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന ബില്ല്. അക്കോമഡേഷൻ ബിൽ. അതിന് മറ്റൊരു പേരാണ് കൈറ്റ് ബിൽ അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ബിൽ. ഇഫ് ദി മച്യൂരിറ്റി ഡേറ്റ് ഫോൾസ് ഓൺ എ പബ്ലിക് ഹോളിഡേ, വെൻ ഈസ് ദ ബിൽ ഡ്യൂ? അതായത് നമ്മുടെ ഡ്യൂ ഡേറ്റ് ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ അല്ലെങ്കിൽ മച്യൂരിറ്റി ഡേറ്റ് ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ പിന്നെ ഡ്യൂ ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നത് ഏതായിരിക്കും? തൊട്ട് മുമ്പത്തെ വർക്കിംഗ് ഡേ, പ്രീവിയസ് വർക്കിംഗ് ഡേ. ഇഫ് ദ മച്യൂരിറ്റി ഡേറ്റ് ഫോൾസ് ഓൺ ആൻ എമർജൻസി ഹോളിഡേ, വെൻ ഈസ് ദ ബിൽ പേയബിൾ? പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഹോളിഡേ ആയിരുന്നെങ്കിൽ ആ ബിൽ എന്നായിരിക്കും ഡ്യൂ ഡേറ്റ്? സക്സീഡിങ് ഡേ, അതായത് പിറ്റേ ദിവസം, നെക്സ്റ്റ് വർക്കിംഗ് ഡേ ആയിരിക്കും ഡ്യൂ ഡേറ്റ്. ദ പ്രോസസ് ഓഫ് റീപ്ലേസിങ് എ ന്യൂ ബിൽ ഫോർ ആൻ ഓൾഡ് ബിൽ. ഓൾഡ് ബില്ല് മാറ്റി പുതിയ ബില്ല് തയ്യാറാക്കി കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് റിന്യൂവൽ ഓഫ് ബിൽ. ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡാഷ് ടു ദ ഡ്രോയി ആൻഡ് ഡാഷ് ടു ദ ഡ്രോയർ. അതായത് ബില്ല് റിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എന്ത് കൊടുക്കും? പലിശ കൊടുക്കും, ഇൻട്രസ്റ്റ് കൊടുക്കും. കാരണം ഡ്യൂ ഡേറ്റ് വീണ്ടും റിന്യൂ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഡേയ്സിന് നമ്മൾ എന്ത് കൊടുക്കണം? ഡ്രോയി പലിശ കൊടുക്കണം. അപ്പോൾ അത് എക്സ്പെൻസ് ടു ദ ഡ്രോയി. ഡ്രോയിക്ക് ചിലവാണ്, ഡ്രോയർക്ക് അതെന്താണ്? ഇൻകമാണ്. അപ്പോൾ എക്സ്പെൻസ് ടു ദ ഡ്രോയി ആൻഡ് ഇൻകം ടു ദ ഡ്രോയർ. പ്രീമച്ചർ ഡിസ്ചാർജ് ഓഫ് ദ ബിൽ ഈസ് കോൾഡ് റിട്ടയറിങ് ഓഫ് ദ ബിൽ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ ബില്ല് സെറ്റിൽ ചെയ്യണതിനെയാണ് റിട്ടയറിങ് ഓഫ് ദ ബിൽ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ബില്ല് റിട്ടയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കൊടുക്കും. ആ ഡിസ്കൗണ്ടിനെ പറയുന്ന പേരാണ് റിബേറ്റ്. അപ്പോൾ റിട്ടയറിങ്ങിൻ്റെ സമയത്ത് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് റിബേറ്റ്. റിബേറ്റ് ഈസ് ആൻ ഡാഷ് ടു ദ ഡ്രോയി ആൻഡ് ഡാഷ് ടു ദ ഡ്രോയർ. റിബേറ്റ് എന്ന് പറയുമ്പോൾ ഡ്രോയിക്ക് ഇൻകമാണ്, ഡ്രോയർക്ക് എക്സ്പെൻസാണ്.